ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ആവേശം ഇരട്ടിയാക്കി കൂടുതൽ ദേശീയ നേതാക്കൾ ഇന്നു മുതൽ കേരളത്തിൽ പ്രചാരണത്തിനിറങ്ങുകയാണ്. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, വിജു കൃഷ്ണൻ, തപൻ സെൻ, സിപിഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ, അമർജിത് കൌർ തുടങ്ങിയവർ ഇന്നു മുതൽ സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും കേരളത്തിലെത്തുന്ന ദിവസം കൂടിയാണ്. എസ് ഷീജ തിരുവനന്തപുരത്തു നിന്നും സമഗ്ര വിവരങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഷീജ. ഗുഡ് മോർണിംഗ് കാവ്യ. അറിയാം, വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ദേശീയ നേതാക്കൾ എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം ഇരട്ടിയാക്കിക്കൊണ്ട് ദേശീയ നേതാക്കൾ എത്തുന്നുണ്ട്. ഇന്ന് എങ്ങനെയാണ് പ്രധാന പരിപാടികളൊക്കെയും? കാവ്യ, നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആവേശം അത് പങ്കുവയ്ക്കുന്നത് ഓരോ ദിവസവും ഇരട്ടിയാകുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ അത് വീണ്ടും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ദേശീയ നേതാക്കൾ കൂടി നേരിട്ട് ഇവിടുത്തെ പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമാവുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ തലസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ വലിയ തിരക്കുള്ളൊരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി എത്തുന്നു, അതോടൊപ്പം തന്നെ LDFന്റെ മുതിർന്ന നേതാക്കൾ. അതിൽ ഇന്നിവിടെ തിരുവനന്തപുരത്ത് എത്തുന്നത് പ്രകാശ് കാരാട്ട്, CPIMന്റെ PB അംഗമായിട്ടുള്ള പ്രകാശ് കാരാട്ട് എത്തുന്നു. അതോടൊപ്പം തന്നെ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ എത്തുന്നു. അങ്ങനെ ഇന്ന് വലിയൊരു തിരക്കേറിയ ഒരു ദിവസം തന്നെയാണ്. ഞങ്ങൾ തലസ്ഥാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത്. അതിനൊപ്പം തന്നെ പറയേണ്ടത് ഇന്നിപ്പോൾ ഇവിടെ കേരളത്തിലേക്ക് എത്തുന്ന ദേശീയ നേതാക്കളുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം, നമുക്കറിയാം LDF ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയ തോതിൽ ഒരു മേൽക്കൈ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം പ്രചരണ രംഗത്ത് ആദ്യം തന്നെ സജീവമാകുന്നു. നിരവധി ഘട്ടങ്ങളിലായിട്ടുള്ള പ്രചരണം ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എത്തുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകാശ് കാരാട്ട്, അതിനു പുറമെ സുഭാഷിണി അലി, ബൃന്ദ കാരാട്ട്, തപൻ സെൻ, വിജു കൃഷ്ണ എന്നിങ്ങനെ ഒരു വലിയ നിര തന്നെയാണ് നേതാക്കളുടേത്. ഇങ്ങോട്ടേക്ക് പ്രചരണത്തിനായി എത്തുന്ന നേതാക്കളുടേതുള്ളത്. അതിനൊപ്പം തന്നെ CPIയുടെ ദേശീയ നേതാക്കളുമുണ്ട്. ഡി രാജ അടക്കമുള്ളവർ ഈ പ്രചരണ രംഗത്ത് ഇന്നിപ്പോൾ എല്ലായിടത്തുമായി എല്ലാ മണ്ഡലം കേന്ദ്രീകരിച്ചും ആണ് പ്രത്യേകിച്ചും ഓരോ പൊതുയോഗങ്ങളിലായി ഇവർ പങ്കെടുക്കുക. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രി ഇന്ന് വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം രാവിലെ കുന്നംകുളത്തുള്ള പരിപാടി കഴിഞ്ഞ് ഇവിടെ തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ സംയുക്ത പൊതുയോഗത്തിലാണ് പങ്കെടുക്കുന്നത്. അത് തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലാണ് പങ്കെടുക്കുന്നത്. അതിനു പുറമെ രാഹുൽ ഗാന്ധി എത്തുന്നു. ഇങ്ങനെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ മുന്നണികളുടെ ആവേശം ഇരട്ടിയാകും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഓരോ ദിവസവും അതികഠിനമായ ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ തോതിൽ തന്നെ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ കേന്ദ്രങ്ങളിലും ഈ സ്ഥാനാർത്ഥികൾക്ക്, പ്രത്യേകിച്ചും LDFന്റെ സ്ഥാനാർത്ഥി പര്യടനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രായഭേദമന്യെയാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. അത് ഈ ഒരു സ്ഥാനാർത്ഥി പര്യടനത്തിലുടനീളം അതിപ്പോൾ നഗരമേഖലയാകട്ടെ അല്ലെങ്കിൽ ഗ്രാമപ്രദേശമാകട്ടെ അങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലായിടത്തും ഒരുപോലെ വലിയൊരു സ്വീകാര്യത ഇടത് സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങൾക്കിടയിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത് തന്നെയാണ്. കാവ്യ.